Good evening, dear students. Welcome to today's social science online class. I hope all of you are safe and doing well. And today we are going to continue our social science lessons and learn some important concepts from the chapter Constitution, Path and Guiding Light. So, dear students, keep your textbook and notebook ready and listen carefully and participate actively throughout the class. Okay. So, dear students, today we start with a new topic, that is source of law. നിയമത്തിൻ്റെ ഉറവിടം, അതാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്ന ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. Our constitution is the fundamental law of our nation. All laws made by central government and state government should follow the provisions of the constitution. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെ മൗലികമായിട്ടുള്ള നിയമമാണ്. അതുമാത്രമല്ല, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും, അതായത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അവരുടെ നിയമനിർമ്മാണ വേളയിൽ കൃത്യമായിട്ട് ഭരണഘടന അനുശാസിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. ആ അനുശാസിക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ നിയമങ്ങൾ പ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവരുടെ നിയമനിർമ്മാണം നടത്താൻ പറ്റുകയുള്ളൂ. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസൈഡ് ദ ലിമിറ്റ് വിത്തിൻ വിച്ച് ഗവൺമെൻറ് ക്യാൻ മേക്ക് ആൻഡ് എൻഫോഴ്സ് ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നിഗമനമായിട്ട് പറയാൻ പറ്റും, സെൻട്രൽ ഗവൺമെൻറ് ആകട്ടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആകട്ടെ അവരേത് പരിധിക്കുള്ളിൽ നിന്ന് മാത്രമാണ് അവർക്ക് നിയമം ഉണ്ടാക്കാനും അത് പാസ് ചെയ്യാനും പറ്റുക എന്നത് കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭരണഘടനയിൽ പ്രൊവിഷൻസ് സൂചിപ്പിക്കുന്നുണ്ട്. Therefore, the constitution is considered as the supreme system and source of law in our country. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നമ്മുടെ രാജ്യത്തെ പരമോന്നത നിയമനിർമ്മാണ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൻ്റെ സോഴ്സ്, അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയാണ്. ഇതാണ് നമുക്ക് സോഴ്സ് ഓഫ് ലോ എന്ന ഹെഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ഏരിയ ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ലോസ്. Now look at the different laws shown on the screen. Forest and Wildlife Protection Act, National Security Act, Child Labor Prohibition Act, Disaster Management Act, Food Security Act, Land Reforms Act, Right to Information Act, Juvenile Justice Act, Labor Law, Prevention of Corruption Act, Right to Education Act, Environment Protection Act. All these laws are made in accordance with the Constitution. മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളും എന്താണ്, ഭരണഘടന അനുശാസിക്കുന്ന പ്രൊവിഷൻസ് പാലിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ ഹിയർ യു ഹാവ് എ ക്വസ്റ്റ്യൻ, വിച്ച് ലോസ് ഷോൺ ഹിയർ ആർ റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ്? ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന, മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ നിയമങ്ങളിൽ ഏതൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്? അതാണ് നിങ്ങൾ ഈ ഒരു നിയമങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ദെൻ ഗിവ് ആൻസേഴ്സ്. സോ ലിസ്റ്റ് ഔട്ട് ദ ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ് മെൻഷൻ ഇൻ ദ ക്ലാഷ്. ഏതൊക്കെയാണ് ആ നിയമങ്ങൾ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ ഹിയർ മെൻഷൻഡ് ഈസ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണ് നമുക്കതിൽ എഴുതാൻ പറ്റുക? യെസ്, ഇതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. സെക്കൻഡ് വൺ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ആൻഡ് തേർഡ് വൺ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് and Right to Education Act. All these were the laws that shown here related to children's right. Okay. ഇതിൽ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ഉറപ്പുവരുത്തുന്നത് കുട്ടികൾക്ക് നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ അവരുടെ നിർബന്ധിച്ചിട്ടുള്ള ജോലി ചെയ്യിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് 14 വയസ്സുവരെ കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള തൊഴിലും ചെയ്യാൻ പാടില്ല. അതുപോലെ അതിനുശേഷം 18 വയസ്സുവരെ അപകടം വരുത്തുന്ന രൂപത്തിലുള്ള ജോലി ചെയ്യുന്നതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഭരണഘടന കുട്ടികളെ മാറ്റി നിർത്താൻ വേണ്ടി അനുശാസിക്കുന്നുണ്ട്. ദെൻ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കുട്ടികളുടെ സംരക്ഷണവും പരിചരണവും അതേപോലെ തന്നെ അവരുടെ പുനരധിവാസം, റീഹാബിലിറ്റേഷൻ, ഇതാണ് ഉറപ്പുവരുന്നത്. ദ പ്രൊട്ടക്ഷൻ, ദ കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ്
ചൈൽഡ്. അതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉറപ്പുവരുന്നത്. കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട കുട്ടികളാണെങ്കിൽ സംരക്ഷണം കൊടുക്കുന്നു, പരിചരണം ആവശ്യമുള്ളവർക്ക് പരിചരണം നൽകുന്നു, അതേപോലെ പുനരധിവസിക്കേണ്ടത് ആരുമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് പുനരധിവാസവും ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് CWC, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, CWC. അത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ പുനരധിവാസത്തിനും മറ്റും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കോർട്ടാണ്. ഓക്കെ, ദെൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഓക്കെ, so next you can see a question, that is, why does our country give great importance to children's right? എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം കുട്ടികളുടെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത്? അതാണ് അടുത്തൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. Children are an important part of society and the future of our nation. So, every child has the right to live safely, get education, grow in healthy environment, and be protected from exploitation and abuse. Therefore, our country give great importance to protecting children's right. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങൾ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷിതമായ ജീവിതം ഉറപ്പുവരുത്തണം, അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം, അവരുടെ ആരോഗ്യകരമായ ചുറ്റുപാട് ഉറപ്പുവരുത്തണം, അതേപോലെ തന്നെ എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും എക്സ്പ്ലോയിറ്റേഷൻ ഇവയിൽ നിന്നെല്ലാം അവർക്ക് സംരക്ഷണം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഭരണഘടന കുട്ടികൾക്ക് വലിയ പ്രാധാന്യം എന്ത് ചെയ്യുന്നത് നൽകുന്നത്. ഓക്കെ, in relation with the above question, we are moving to our new topic, an important topic, that is Protection of Children from Sexual Offence Act 2012 or POCSO Act 2012. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമണങ്ങൾ, ലൈംഗിക അതിക്രമണങ്ങൾ തടയാനുള്ള നിയമമാണ് POCSO Act. Okay, and this law was enacted to protect children from sexual abuse, sexual harassment and pornography. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമണങ്ങൾ, ലൈംഗിക പീഡനം, അതേപോലെ തന്നെ കുട്ടികളുടെ ലൈംഗിക ചൊവ്വയുള്ള ചിത്രീകരണങ്ങൾ നടത്തുക, ഇതിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ June 19, 2012 and come to force on November 14, 2012. 2012 ജൂൺ 19 ഈ ഒരു നിയമം പാസ്സാക്കിയത്. ജൂൺ 19 ഈ നിയമം പാസ്സാക്കിയത്. ഇത് നിലവിൽ വരുന്നത് 2012 നവംബർ മാസം 14 ഓക്കെ, ആൻഡ് ദ ലോ കൺസിഡർ എവറി പേഴ്സൺ ബിലോ 18 years of age as child. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും എന്താണ്, കുട്ടികളായിട്ടാണ് കാണുന്നത്. There is no discrimination whether it is boy or girl. Okay, and the act provides child-friendly measures and protection without gender discrimination. And children should know how to recognize uncomfortable or unsafe situation and should seek the help of a trusted adult or appropriate authority. മാത്രമല്ല, ഈ നിയമത്തിലൂടെ കുട്ടികൾക്ക് അവർക്ക് അസൗകര്യമുള്ള സാഹചര്യം ഏതാണെന്ന് മനസ്സിലാക്കാനും അവർ സുരക്ഷിതരല്ലാത്ത സിറ്റുവേഷൻ ഏതാണെന്ന് തിരിച്ചറിയാനും ആ സിറ്റുവേഷൻ അത് കണ്ടാൽ അത് എത്രയും പെട്ടെന്ന് വിശ്വാസയോഗ്യമായിട്ടുള്ള അതോറിറ്റി അധികാരികളിൽ അറിയിക്കാനും എന്താണ് അവർക്ക് സംരക്ഷണം നൽകുന്നൊരു നിയമമാണ് പോക്സോ ആക്ട് 2012 എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റിലുള്ള ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. Every child has the right to live safely without fear in the society. A child must be able to identify uncomfortable and unsafe touches, looks, actions, etc. from any person. They should be capable enough to say no to such act, able to keep away and complain to the authorities. The law states that case of sexual assault are to be reported under section 19 to the special juvenile police unit or the local police. And officers handling POCSO case are known as child welfare police officer. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അത്തരത്തിൽ അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ, അൺസേഫ് ആയിട്ടുള്ള ടച്ചസ് ഇതൊക്കെ തോന്നുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് കംപ്ലയിൻറ്റ് ചെയ്യണം. അതിനുള്ള അതോറിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത്തരം കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന പോലീസ് വിഭാഗങ്ങളുണ്ട്. അവരെ വിളിക്കുന്ന പേര് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO എന്നാണ്. അപ്പം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ഹാസ് സെറ്റ് അപ്പ് എ മോണിറ്ററിംഗ് സിസ്റ്റം, പോക്സോ മോണിറ്ററിംഗ് സിസ്റ്റം സെൽ അണ്ടർ സെക്ഷൻ 44 ഓഫ് ദ പോക്സോ ആക്ട്. അപ്പം പോക്സോ ആക്ട് പ്രകാരം അതിലെ സെക്ഷൻ 44 അനുസരിച്ച് പോക്സോ മോണിറ്ററിംഗ് സെല്ല് എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു എ ന്യൂ ടോപ്പിക്, ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. Apart from being the source of law, the constitution performs many important functions. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ നിയമങ്ങളുടെ ഒക്കെ ഒരു സോഴ്സായി പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭരണഘടന ചെയ്യുന്ന
ധർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫങ്ഷൻസ്, ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ സ്ക്രീനിൽ. കൃത്യമായി ശ്രദ്ധിക്കുക, ഒരു ട്രീയുടെ രൂപത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷസ് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ. പൗരന്മാരുടെ അവകാശങ്ങളും അതേപോലെ തന്നെ കടമകളും കൃത്യമായിട്ട് സ്ഥാപിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടെൽ us about the right and duties of citizen. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിലെ പൗരന്മാർ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കടമകൾ എന്താണ്, നമുക്കുള്ള അവകാശങ്ങൾ എന്താണ് എന്നത് നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റിലേക്ക് വരാം. Defines and limit the power of government. Defines and limit the power of government. It explains the powers of the government and also place the limit on those powers. You know, each and every government have their own powers, but constitution limit those powers. നമുക്കറിയാം ഏതൊരു ഗവൺമെൻറ്റിനും അവർക്ക് അധികാരങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അധികാരത്തിന് ഒരു പരിധി നിശ്ചയിക്കുന്നുണ്ട്. ആ ഒരു പരിധിക്കപ്പുറം ആര് പോകാൻ പാടില്ല, നമ്മുടെ ഗവൺമെൻറ്റുകൾ പോകാൻ പാടില്ല, വെദർ ഇറ്റ് ഈസ് state government or central government. That is the second function of our constitution. Then third, defines the basic values and ideals of nation. Defines the basic values and ideals of nation. That means it reflects the fundamental values and ideas of India. It defines the fundamental values and ideals of India. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് മൗലികമായ മൂല്യങ്ങളും അതേപോലെ തന്നെ ആശയങ്ങളുമുണ്ട്. ആ ആശയങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് എന്നത്, ആ മൂല്യങ്ങൾ ഏതൊക്കെയാണ് എന്നത് നമ്മുടെ ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിർവചിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഡിഫൈൻ ബേസിക് വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ഓഫ് നേഷൻ എന്ന പോയിന്റിൽ മെൻഷൻ ചെയ്യുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ്, സേഫ് ഗാർഡ്സ് എഗെയിൻസ്റ്റ് ടൈറനി ആൻഡ് അബ്യൂസ് ഓഫ് പവർ. ദാറ്റ് മീൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ദ പീപ്പിൾ ഫ്രം മിസ്യൂസ് ഓഫ് ഗവൺമെൻറ് പവർ. ഇവിടെ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ്. അതായത് എന്താണ് ടൈറനി എന്ന് പറഞ്ഞാൽ, ദുർഭരണം അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ ഭരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗത്തിനെതിരെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട് നമ്മുടെ ഭരണഘടന. അത്തരത്തിലുള്ള മിസ്യൂസ് കണ്ടു കഴിഞ്ഞാൽ വി ക്യാൻ റിപ്പോർട്ട് ടു ദ അതോറിറ്റി ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ഓർ കറക്റ്റീവ് ആക്ഷൻ ഷുഡ് ബി എൻഷുർഡ്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അധികാരികളെ റിപ്പോർട്ട് ചെയ്യാനും അതിന് റെമഡിയൽ ആയിട്ടുള്ള മെഷേഴ്സ്, പരിഹാരം നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, preserves unity in diversity. So India is a country with a different language, religions and culture. So the constitution helped to preserve unity in diversity. You know, our country have diverse languages, religions and culture. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് വൈവിധ്യമാർന്ന ഭാഷകളുണ്ട്, അതേപോലെ തന്നെ സംസ്കാരമുണ്ട് അല്ലേ, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൂപ്രകൃതി സവിശേഷതകൾ അല്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു രാജ്യമാണ് നമ്മുടേത്. അത്തരം ഒരു രാജ്യത്തിൽ ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഒരുമ വേണം, യൂണിറ്റി വേണം, കോർഡിനേഷൻ വേണം. ആ യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഓക്കെ, അത് സംരക്ഷിക്കുകയാണ്, പ്രിസേർവ് ചെയ്യാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിറ്റിയെ എന്ത് ചെയ്യാണ്, പ്രിസേർവ് ചെയ്യുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, എൻഷുവേഴ്സ് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. It ensures that the administrative system functions according to constitutional principle. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ നീതി നിർവഹണ സംവിധാനം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അത് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഭരണഘടനയുടെ തത്വങ്ങളനുസരിച്ചാണ്. അത് നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട്. ആ ഒരു പ്രിൻസിപ്പിൾസ് പരിധി മറികടന്നുകൊണ്ടോ അല്ലെങ്കിൽ അത് പാലിക്കാതെയോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല, രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ഇറ്റ് എൻഷുവേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ. ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അത് മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. First one, establish the right and duties of citizen. Then defines and delimits the powers of government. Defines the basic values and ideals of nation. Ensures that all the administrative system of a country function according to the constitution. It stands as the fundamental document that direct the nation. Act as a safeguard against tyranny and abuse of power. Preserving unity in diversity.
ഓക്കെ, ഇറ്റ് സ്റ്റാൻഡ് ആസ് എ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ് ഡയറക്ട് ദ നേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഒരു മൗലികമായിട്ടുള്ള രേഖയായിട്ട് നിൽക്കുകയാണ്, നമ്മുടെ നേഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഡയറക്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. So you have a homework. Placard. Prepare placard. Prepare placard for the Republic Day rally with message reflecting constitutional principles. ഇതൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതൊരു ഹോംവർക്ക് ആയിട്ട് അടുത്ത ദിവസം ചെയ്ത് കൊണ്ടുവന്നാൽ മതി. So next we are moving to our last topic in this class, that is change and set right. So in this topic we are going to discuss about constitutional amendments. What do you mean by constitutional amendment? The constitution can be changed according to changing social needs. The process of making changes in the constitution is called constitutional amendment. നമുക്കറിയാം, നമ്മുടെ സമൂഹം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ മാറ്റം വന്നു, നമ്മുടെ ടെക്നോളജി ലേറ്റസ്റ്റ് ടെക്നോളജീസ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. So according to these changes that happen in the society, our constitution also need changes. So in order to make changes in constitution, we have to make amendment, or the constitution have to make amendment. This amendment is made in Lok Sabha or Rajya Sabha. ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലാണ് ഇത്തരം അമെൻമെൻറ്റുകൾ എന്ത് ചെയ്യുന്നത്, പാസ്സാക്കുന്നത്. അപ്പം അത്തരത്തിൽ ഭരണഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. Okay, so look at some of important amendments shown in the picture. നമുക്ക് ചിത്രത്തിൽ കുറേ ഭേദഗതി വരുത്തിയതായിട്ട് കാണാം. ഏതൊക്കെ ഭേദഗതിയാണ് അത്തരത്തിൽ വന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. In 26 January 1950 the Constitution of India came into force. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതാണ്. And the first amendment of Constitution was made in the year 1951. The number of schedules increased to 9. അപ്പോൾ 1951 ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നടത്തുന്നത്. അത് പ്രകാരം ഷെഡ്യൂൾസ് എണ്ണം 9 ഉയർത്തി. Then the amendment 42. According to amendment 42 in 1976, socialism, secularism and integrity were added. 3 പുതിയ ടേം ഭരണഘടനയിൽ ആഡ് ചെയ്തു, കൂട്ടിച്ചേർത്തു. അതാണ് സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇന്റഗ്രിറ്റി. And according to amendment 44, the right to property is no longer a fundamental right. Right to property എന്നത് മൗലിക അവകാശമല്ലാതായി മാറി. അതിൽ മാറ്റം വരുത്തി, അത് ഒഴിവാക്കി. അതാണ് amendment 44. And in the amendments 73 and 74 that made in 1992, പഞ്ചായത്തി രാജ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് കൊണ്ടുവന്നു. അങ്ങനെ 1992 73-74 ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് കൊണ്ടുവന്നു. And in amendment 86 that is made in 2002, education become a fundamental right. വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി മാറ്റുന്നത് 2002 കൊണ്ടുവന്ന 86 ഭേദഗതി പ്രകാരമാണ്. ഓക്കെ, then in amendment 101 made in 2016, goods and service tax or GST was come into force. GST നിലവിൽ വന്നു, അല്ലെങ്കിൽ goods and service tax act നിലവിൽ വന്നു. So you have to find the latest constitutional amendment. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഏതാണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുക. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വർക്കുകൾ കൂടെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനുള്ള ബ്ലാങ്ക്സും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും ആ ഹോംവർക്കിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട് എഴുതി വെക്കുക. ഓരോ ക്ലാസ് കേൾക്കും തോറും അതുമായി ബന്ധപ്പെട്ട നോട്ട് പ്രത്യേകമായിട്ട് എഴുതി വെക്കുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് നിങ്ങൾ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വാട്സപ്പിൽ അയക്കാം. ഓക്കെ, അത് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.